ബാർസ വിട്ട് പാരീസിലേക്ക് വണ്ടി കയറി ഡ്രോ ഫെർണാണ്ടസ്. ലോണിൽ ജിറോണയിലേക്ക് കൂടുമാറി മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റീഗൻ. ആംസ്റ്റർഡാമിലേക്ക് പറന്ന് ഒലക്സാണ്ടർ സിഞ്ചെങ്കോ. പുത്തൻ ഒരു സെൻട്രൽ ബാക്കിനെ ടീമിലെത്തിക്കാൻ ഒരുങ്ങി ചെൽസി. അവസാന ലാപ്പിലേക്ക് അടുക്കുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ചൂടേറിയ കൂടുമാറ്റ വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. 20 മില്യണിന് മാർക്ക് ഗുഹി. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ഏറ്റവും പൈസ വസൂൽ ഡീൽ ഏതാണെന്ന ചോദ്യത്തിന് ഇപ്പോഴേ പെപ്പും സംഘവും ഉത്തരവുമായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ സമ്മർ വിൻഡോ മുതൽ താരത്തിന് പിന്നിലുള്ള ലിവർപൂളിനെയും അടുത്ത സമ്മറിൽ ഫ്രീ ട്രാൻസ്ഫറിൽ ടീമിലെത്തിക്കാൻ കാത്തിരുന്ന പല യൂറോപ്യൻ വമ്പന്മാരെയും പിന്നിലാക്കി ക്രിസ്റ്റൽ പാലസ് നായകനെ സിറ്റി എത്തിഹാദിലെത്തിച്ചു. ജോസ്കോ ഗാഡിയോളും റൂബൻ ഡിയാസും പരിക്കിന്റെ പിടിയിലായ സാഹചര്യത്തിൽ ഗുഹയുടെ സേവനം സിറ്റിക്ക് അത്യാവശ്യമാണ്. ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡിൽ പേരില്ലാത്തതിനാൽ തന്നെ ജനുവരി 24 വോൾസിനെതിരായ ഹോം മത്സരത്തിലാവും ഗുഹി സിറ്റി കുപ്പായത്തിൽ അരങ്ങേറുക. ജനുവരിയിൽ പുത്തൻ ഒരു സെൻറ്റർ ബാക്കിനെ ടീമിലെത്തിച്ച് പ്രതിരോധ നിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ലിയാം റൊസൈനറും ചെൽസിയും. 20 വയസ്സ് പ്രായം മാത്രമുള്ള ഫ്രഞ്ച് ഡിഫൻഡർ ജെറമി ജാക്വറ്റാണ് ബ്ലൂസിന്റെ പ്രൈം ടാർഗറ്റ്. ഫ്രഞ്ച് ക്ലബ്ബ് റെനസിന്റെ താരമായ ജെറമി കഴിഞ്ഞ സീസണിൽ കാർമോൺ ഫൂട്ടിനായി ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്നു. 2029 വരെ റെനസുമായി കരാറുള്ള താരത്തെ ഏതാണ്ട് 60 മില്യൺ യൂറോ ചെലവഴിച്ചാണ് ചെൽസി ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ജൂലൈ മുതൽ ചെൽസിയുടെ റഡാറിലുള്ള താരമായ ജെറമി 2024 അണ്ടർ 19 യൂറോ റണ്ണറപ്പായ ഫ്രഞ്ച് നിരയിലുണ്ടായിരുന്നു. അന്ന് ടൂർണമെൻറ്റിലെ മികച്ച 11ലും താരത്തിന് ഇടം പിടിക്കാനായി. കഴിഞ്ഞ സമ്മറിൽ ജാക്കബ് കിവിയോറിന് പകരക്കാരനായി ഈ ഫ്രഞ്ച് യുവതാരത്തെ ടീമിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആർസനൽ നടത്തിയിരുന്നു. എന്നാൽ മെയ്യിൽ റെനസുമായി പുതിയ കരാർ ഒപ്പിട്ടതിന് പിന്നാലെ ടീം വിടാൻ ഒരുക്കമല്ല എന്ന് താരം ഗണ്ടേഴ്സിനെ അറിയിക്കുകയായിരുന്നു. പിന്നാലെയാണ് ആർസനൽ ലെവർകോസനിൽ നിന്നും പിയറി ഹിൻകാപ്പിയെ ടീമിലെത്തിച്ചത്. 3 ബാക്ക് സിസ്റ്റത്തിലും 4 ബാക്ക് ഫോർമേഷനിലും ഒരുപോലെ തിളങ്ങാൻ മികവുള്ള താരമാണ് ജെറമി. ഇടത് വലത് ഫ്ലാങ്കുകളിലായി ഒരേ രീതിയിൽ പന്തോട്ടുന്ന ചുരുക്കം സെൻട്രൽ ഡിഫൻഡർമാരിൽ ഒരാൾ. ഇതുതന്നെയാണ് മുമ്പ് ആർസനലിനും നിലവിൽ ചെൽസിക്കും താരത്തെ സ്വീകാര്യനാക്കിയത്. ഡ്യുവലുകൾ വിൻ ചെയ്യുന്നതിലും ഇന്റർസെപ്ഷനുകളിലും മികച്ച ശരാശരി പുലർത്തുന്ന ജെറമി ടോട്ടനാം നായകൻ ക്രിസ്ത്യൻ റൊമേറോയുടെ സമാന ശൈലിയിൽ പന്തുതട്ടുന്ന താരമാണ്. ഇംഗ്ലണ്ടിൽ പുത്തൻ ഡിഫൻഡർമാർ പറന്നിറങ്ങുമ്പോൾ അവസരം കിട്ടാതെ പറന്നകലുന്ന ഒരാളുണ്ട്. നോട്ടിംഗ്ഹാമിന്റെ യുക്രൈനിയൻ ലെഫ്റ്റ് ബാക്ക് ഒലക്സാണ്ടർ സിഞ്ചെങ്കോ. ആർസനൽ താരമായ സിഞ്ചെങ്കോ നിലവിൽ ലോണിലാണ് നോട്ടിംഗ്ഹാമിനെ കളിക്കുന്നത്. പ്രീമിയർ ലീഗിൽ 22 മത്സരങ്ങൾ പൂർത്തിയായ വേളയിൽ 5 കളിയിൽ മാത്രമാണ് താരത്തിന് ഇതുവരെ കളിക്കാനായത്. ഇതോടെ കൂടുതൽ മാച്ച് ടൈം ലക്ഷ്യമിട്ട് താരം അയാക്സിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുന്നതായാണ് പുതിയ റിപ്പോർട്ട്. നിലവിൽ നോട്ടിംഗ്ഹാമുമായുള്ള ലോൺ കരാർ അവസാനിപ്പിച്ച് അയാക്സുമായി പുതിയൊരു ലോൺ ഡീൽ ഒപ്പിടാനുള്ള ഒരുക്കത്തിലാണ് താരവും ആർസനലും. 2022 മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ആർസനലിലെത്തിയ സിഞ്ചെങ്കോ ക്ലബിനായി 70ഓളം മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ജനുവരി ബാർസയെ സംബന്ധിച്ചിടത്തോളം കൊഴിഞ്ഞുപോക്കിൻ്റെ മാസമാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഡ്രോ ഫെർണാണ്ടസ് എന്നറിയപ്പെടുന്ന പെഡ്രോ ഫെർണാണ്ടസ് സാർമിയൻറ്റോയുടേതാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ലാമാസയിൽ നിന്നുമുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. വിങ്ങറായും അറ്റാക്കറായും ഒക്കെ കളത്തിലിറങ്ങാറുള്ള ഡ്രോ ലാമാസയിൽ നിന്നുമുള്ള നെക്സ്റ്റ് ബിഗ് തിങ് എന്ന തലക്കെട്ടിൽ വിശേഷിപ്പിക്കപ്പെട്ട താരമായിരുന്നു. നിലവിലെ സീസണിന് മുന്നോടിയായി ഫ്ലിക്കും സംഘവും ജപ്പാൻ, കൊറിയ എന്നിവിടങ്ങളിൽ നടത്തിയ പ്രീ സീസൺ ടൂറിലാണ് ഡ്രോ സീനിയർ ടീമിൽ ഇടം പിടിക്കുന്നത്. വിസൽ കോബിനെതിരായ മത്സരത്തിൽ പകരക്കാരനെ ഇറങ്ങുകയും പിന്നാലെ 87-ാം മിനിറ്റിൽ ഗോൾ നേടുകയും ചെയ്തിരുന്നു. നിലവിലെ സ്ക്വാഡിൽ ഫെർമിൻ ലോപ്പസുമായാണ് ഡ്രോ മാച്ച് ടൈമിന് വേണ്ടി മത്സരിക്കേണ്ടത്. ഗോൾ അടിച്ചും അടുപ്പിച്ചും മികച്ചൊരു സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫെർമിനെ മറികടന്ന് 11ൽ ഇടം പിടിക്കുക എന്നത് ശ്രമകരമാവുമെന്ന് തിരിച്ചറിവാവണം താരത്തെ ഒരു കൂടുമാറ്റത്തിന് പ്രേരിപ്പിച്ചത്. ഡ്രോയുടെ പേരിലുള്ള 6 മില്യൺ എന്ന ചെറിയ റിലീസ് ക്ലോസ് നൽകി താരത്തെ റാഞ്ചാൻ PSG ആണ് മുൻപന്തിയിലുള്ളത്. ക്ലബ്ബുമായുള്ള കരാർ നടപടികൾ ഏതാണ്ട് പൂർത്തിയായതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നിരാശയാണിത്. അവൻ മികച്ചൊരു താരമായിരുന്നു. ഡ്രോയുടെ കൂടുമാറ്റത്തെപ്പറ്റി ബാഴ്സ പരിശീലകൻ ഹാൻസി ഫ്ലിക്ക് കറ്റലോണിയ റേഡിയോയിലൂടെ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അവസരങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് പണം മോഹിച്ചാണ് ഡ്രോ ടീം വിടുന്നതെന്നും അങ്ങനെ കൂടുമാറിയവരുടെ ഭാവി എന്തായി എന്ന് ഓർക്കണമെന്നും ചില ബാർസ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. യമാലിനെ പോലെ, ബാൾഡയെ പോലെ, ഫെർമിനെയും കുബാർസിയെയും പോലെ ഭാവിയിൽ തങ്ങളുടെ സൂപ്പർ താരമാകുമെന്ന് ബാർസ ആരാധകർ കരുതിയ താരമായിരുന്നു ഡ്രോ ഫെർണാണ്ടസ്. ആ താരം ടീം വിടുന്നതിൻ്റെ നിരാശയാണ് അവർ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. ഡ്രോ ഫെർണാണ്ടസിന് പുറമെ മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റീഗൻ എന്ന ബാർസയുടെ എക്കാലത്തെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാൾ കൂടി ജനുവരിയിൽ പുതിയ കുപ്പായം തേടി പോകുന്നുണ്ട്. സീസൺ അവസാനം വരെയുള്ള ലോണിൽ ജിറോണയിലേക്കാണ് ടെർ സ്റ്റീഗൻ്റെ കൂടുമാറ്റം. ദീർഘകാലം പരിക്കിൻ്റെ പിടിയിലായിരുന്ന താരത്തിന് ഡിസംബറോടെ തിരികെ എത്താനായെങ്കിലും മിന്നും ഫോമിലുള്ള ജോൻ ഗാർഷിയയോ ബെഞ്ചിലുള്ള ഷെസ്നിയോ മറികടന്ന് 11ലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഒരൊറ്റ മത്സരം മാത്രമാണ് താരം സീസണിൽ ഇതുവരെ കളിച്ചത്. 2015 ബാർസയിലെത്തിയ ടെർ സ്റ്റീഗൻ ഒരു പതിറ്റാണ്ടുകാലം ബാഴ്സ ഗോൾ ബാറിന് കീഴിലെ വിശ്വസ്തനായിരുന്നു. എന്നാൽ തുടർ പരിക്കുകൾ വില്ലനായതോടെ റിട്ടയർ ചെയ്തുപോയ ഷെസ്നിയെയും എസ്പാനോളിൽ നിന്നുള്ള ജോൻ ഗാർഷിയയും ടീമിലെത്തിക്കാൻ ബാർസ നിർബന്ധിതരായി. സീസൺ ആദ്യത്തിൽ ക്ലബ്ബും താരവും തമ്മിൽ നടന്ന വാഗ്വാദങ്ങൾ ഫുട്ബോൾ സർക്കിളുകളിൽ ഒരു വേള പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. മാഞ്ചസ്റ്റർ ഡെർബി ജയിച്ച ആവേശത്തിലിരിക്കുന്ന യുണൈറ്റഡ് ട്രാൻസ്ഫർ മാർക്കറ്റിലെ അവസാന ലാപ്പിൽ ഒന്ന് സജീവമാകാനുള്ള നീക്കത്തിലാണ്.
റിപ്പോർട്ടുകൾ പ്രകാരം മുൻ വോൾസ് നായകനായിരുന്ന റൂബൻ നെവസിനെ ടീമിലെത്തിക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ നടക്കുന്നുണ്ട്. മിഡ്ഫീൽഡ് കൂടുതൽ കാര്യക്ഷമമാക്കുക, നായകൻ ബ്രൂണോ ഫെർണാണ്ടസിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക, ഇവയാണ് ഈ ട്രാൻസ്ഫറിന് പിന്നിലെ പ്രധാന കാരണമായി ഫുട്ബോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിൽ സൗദി ക്ലബ്ബ് അൽ ഹിലാലിൻ്റെ താരമാണ് റൂബൻ നെവസ്. ഡച്ച് മുന്നേറ്റ താരം ജോഷുവ സിർസിയെ ടീമിലെത്തിക്കാനുള്ള നീക്കവുമായി AS റോമ ഉൾപ്പെടെയുള്ള ഇറ്റാലിയൻ ക്ലബ്ബുകൾ നേരത്തെ രംഗത്തെത്തിയിരുന്നെങ്കിലും നിലവിൽ താരത്തെ ബാധിച്ച പരിക്ക് കൂടുമാറ്റത്തിന് വില്ലനായിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് സർപ്രൈസും ഹൈജാക്കുമായി കളം വാഴാൻ റയൽ മാഡ്രിഡും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ലോണിൽ ഒളിമ്പിക് ലിയോണിലെത്തിയ എൻട്രിക് 2 മത്സരത്തിൽ 2 മാൻ ഓഫ് ദ മാച്ചുമായി വരവറിയിച്ചു കഴിഞ്ഞു. കാരിക്കിൻ്റെ വരവോടെ മാച്ച് ടൈം ലഭിക്കുമെന്ന വിശ്വാസം കോബി മൈനുവിനെ യുണൈറ്റഡിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നതായാണ് പുതിയ വാർത്ത. ജൂരിയൻ ടിംബറിൻ്റെ ഇരട്ട സഹോദരൻ ക്വിൻ്റൻ ടിംബർ ഫെയിൻറൂദിലേക്കും ലൂക്കാസ് പക്കാറ്റ ഫ്ലെമിംഗോയിലേക്കും ചുവടുമാറാനുള്ള ഒരുക്കത്തിലാണ്. 18-കാരൻ ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ ഹംസ അബ്ദുൽ കരീമിനായി ബാഴ്സയും കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട്. ആരാധക പ്രതിഷേധത്തിൻ്റെ ചൂടെറിഞ്ഞ റയൽ ഇക്കുറി ആരെങ്കിലും ടീമിലെത്തിക്കുമോ? ഗ്വേഹിയെ നഷ്ടപ്പെട്ട ലിവർപൂളിന് എന്താവും ബാക്കപ്പ് പ്ലാൻ? ട്രാൻസ്ഫർ കമ്പോളത്തിലെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.